നമസ്കാരം. തുലാം രാശിയുടെ നാഥനായ ശുക്രൻ 43 ദിവസം നീണ്ടു നിൽക്കുന്ന വക്രചലനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നിലവിൽ മീനം രാശിയിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നതായ ശുക്രൻ വക്രചലനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രാശിക്കാർക്ക് അത് ഗുണകരമായി തീരും. ഇവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പരാമർശിക്കാം. എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക. ശുക്രന്റെ വക്രചലനത്താൽ ഇവർക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. ലക്ഷ്മി യോഗവും ഇവരുടെ ജീവിതത്തിൽ രൂപപ്പെടുന്നതാകുന്നു. മേടം രാശിയുടെ 2ാം ഭാവത്തിലായിരിക്കും ശുക്രൻ സ്ഥാനം ഉറപ്പിക്കുക. അതിനാൽ മേടം രാശിക്കാർക്ക് നേട്ടങ്ങളും ഉയർച്ചയുടെയും സമയം തന്നെയാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടും ധനം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും പ്രധാനമായും ഇവർ ആഗ്രഹിക്കുന്നതായ സഹായം ആഗ്രഹിക്കുന്നതായ വ്യക്തികളിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ പ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കാനുള്ള ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സമ്മാനങ്ങൾ തന്നെ ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ബിസിനസ് പരമായി നിങ്ങൾക്ക് വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. പൊതുവിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. ധനപരമായ നേട്ടങ്ങളും ഭാഗ്യവും അനുകൂലമാകുന്ന സമയമാണ്. ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സമയമാകുന്നു. കർക്കിടകം രാശിയുടെ 5ാം ഭാവത്തിലാണ് ശുക്രൻ സ്വാധീനിക്കുക. അതിനാൽ തന്നെ കർക്കിടകം രാശിക്കാർക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കും. ഒട്ടനവധി കാര്യങ്ങൾ അനുകൂലമായി തീരും. സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കും. ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്ന സമയമാകുന്നു. ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം കഴിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് മികവ് പുലർത്തുവാൻ സാധിച്ചു എന്ന് വരാം. വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കടന്നു വരാം. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ഇവർക്ക് വന്നു ചേരാം. പ്രധാനമായും നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാകുന്നു. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയമാകുന്നു. അത് പല കാര്യങ്ങളിലും പ്രകടമാകുന്നു എന്നതാണ് വാസ്തവം. ചെയ്യുന്നതായ പ്രവർത്തികൾ ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതാണ്. തൊഴിൽപരമായ നേട്ടങ്ങളും ഇവർക്ക് വന്ന് ചേരാവുന്ന സമയമാകുന്നു. കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നതായ പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കരകയറുവാൻ സാധിക്കും. സമാധാനവും സന്തോഷവും വന്നു ചേരാം. സാമ്പത്തിക പരാധീനതകൾ നിങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു. അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ധനം ഇല്ലാത്തതിനാൽ പല കാര്യങ്ങളും മാറ്റി വച്ചിരിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ധനം അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലിയിൽ മികവ് പ്രകടിപ്പിക്കുവാൻ സാധിക്കും. ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു. കാരണം ധനപരമായ നേട്ടങ്ങൾ തൊഴിൽപരമായും ബിസിനസ് പരമായും അല്പം വർദ്ധിക്കുന്നതാണ്. തൊഴിൽ അവസരങ്ങൾ പോലും തേടിയെത്താം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമാകുന്ന സാഹചര്യമാണ് വന്നു ചേരുക. തുലാം രാശിക്കാരുടെ 7ാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥാനം ഉറപ്പിക്കുക. അതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. സന്തോഷം കൈവരിക്കുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്ന സമയമാകുന്നു. പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ബിസിനസ് ആരംഭിക്കാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ഒട്ടനവധി നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. പ്രധാനമായും ബിസിനസ് പരമായ നേട്ടങ്ങൾ, തൊഴിൽപരമായ നേട്ടങ്ങളാകാം. നൽകിയിരിക്കുന്നതായ കൈവായ്പകൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകളാകാം. കൂടാതെ
ആവശ്യപ്പെടുന്നതായ സഹായം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന സഹായം ലഭിക്കുന്നതാകാം. നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ, ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. ഭാഗ്യം അനുകൂലമാകുന്നതായ സമയമാകുന്നു. അതിനാൽ പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതാണ്. അത് ധനപരമായ നേട്ടങ്ങൾക്ക് വഴി ഒരുക്കാവുന്നതാകുന്നു. തൊഴിൽ അന്വേഷിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സമയം കൂടിയാകുന്നു. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. പ്രധാനമായും നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കും. ജോലി ലഭിക്കുന്നത് പോലെ തന്നെ ജോലി മുന്നോട്ട് ശരിയായ രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കും. നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ അനുകൂലമല്ലാത്തതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. വലിയ തുക തന്നെ കൈകളിലേക്ക് വന്നു ചേരാം. എന്നാൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ നഷ്ടങ്ങൾ വരെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. മകരം രാശിയുടെ 11ാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥാനം ഉറപ്പിക്കുന്നത്. അതിനാൽ ഇവർക്ക് ചില കാര്യങ്ങൾ പ്രധാനമായും ജീവിതത്തിൽ സംഭവിക്കാം. സമൂഹത്തിലുള്ള വില വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രശസ്തി നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ തൊഴിലുമായി ബന്ധപ്പെട്ട് പെരുമ കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും. സന്തോഷം ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. മാനസികപരമായ വിഷമങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. അത്തരം വിഷമങ്ങൾ കുറയുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. വിധിയിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വിധിയിൽ നേട്ടങ്ങൾ വന്നു ചേരാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ്. വിദേശ വിദ്യാഭ്യാസം നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. സൗഭാഗ്യങ്ങൾ ഇവരിൽ വർദ്ധിക്കുന്നതാണ്. പ്രധാനമായും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സഹായം ലഭിക്കുക. നിങ്ങൾ നൽകിയിരിക്കുന്നതായ കൈവായ്പയാണ് എങ്കിലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അല്പം ധനമെങ്കിലും ലഭിക്കാം. കൂടാതെ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ നേട്ടങ്ങൾ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടും വന്ന് ചേരാവുന്നതാകുന്നു. ഇത്തരത്തിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും അത് പ്രകടമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു.